ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂട്യൂബിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കാണ് കേട്ടോ. ചിലവർക്കൊന്നും യൂട്യൂബ് ഷോർട്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അത് എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വേ എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ അങ്ങനെയുള്ളവർക്കാണ്. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യൂട്യൂബ് ആപ്പാണ് എടുക്കേണ്ടത്. യൂട്യൂബ് ആപ്പിലാണ് നമ്മൾ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ആപ്പ് എടുത്തതിന് ശേഷം ആ നടുക്ക് കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ആഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഏതൊക്കെയാണോ നമുക്ക് ഏത് മ്യൂസിക്കാണ് വേണ്ടത് വെച്ചാൽ അത് എടുക്കുക. അതിലേക്ക് ഏത് വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിൽ ആഡ് എന്നുള്ള സൈഡിൽ ഇടത് ഭാഗത്ത് കാണും. അതെടുത്തിട്ട് ഏത് വീഡിയോ ആണോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതും കൂടെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ റെക്കോർഡഡ് വീഡിയോ ആണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം ഞാൻ എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ഇതിൽ ഞാൻ മ്യൂസിക് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. നേരെ ഞാൻ ഓൾറെഡി വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ആ വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ അടിയിൽ ഡൺ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ആ ഡൺ ചെയ്താൽ ഇത് പ്രോസസ്സായി വരട്ടെ. നിങ്ങൾ കറക്റ്റ് വേയിലല്ല ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും വ്യൂസും സബെല്ലാം കൂടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് പ്രോസസ്സ് ആവാൻ കുറച്ച് ടൈം എടുക്കും. എൻ്റെ ഫോണിൽ നെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതതിൻ്റെ പ്രോസസ്സിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. താഴെ കാണുന്ന ആ റൈറ്റ് ഭാഗത്തുള്ള വൈറ്റ് കളറിൽ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ വീഡിയോ ആ മേലെ സൈഡിൽ കാണുന്നില്ലേ, അതിലുള്ള പെൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് എന്ന് പറഞ്ഞാൽ തംബ്നെയിലും കാര്യങ്ങളെല്ലാം കൊടുക്കാം. അപ്പോൾ തംബ്നെയിൽ നമുക്ക് വീഡിയോസിൽ നിന്ന് ഏത് ഭാഗമാണോ ഇഷ്ടമായതെന്ന് വെച്ചാൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. ഈ വീഡിയോസിലുള്ളത് മാത്രമേ അതിൽ വരുള്ളൂ കേട്ടോ. നമുക്ക് വേറെ തംബ്നെയിൽ നമ്മൾ ഈ ലോങ് വീഡിയോ ഒക്കെ കൊടുക്കുന്നത് പോലെ ഇതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ തംബ്നെയിൽ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റും കാര്യങ്ങളും കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. അതും അട്രാക്റ്റീവായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ ഉള്ളൂ നമ്മളെ ഷോർട്സ് ആളുകൾ കാണുക. അപ്പോൾ അതും കൊടുത്തതിന് ശേഷം ഇതിൽ ഫിൽറ്റർ ഉണ്ട്, പിന്നെ കളേഴ്സ് മാറ്റി കൊടുക്കാം. അതിൻ്റെ വലിപ്പം ചെറുപ്പങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഫിൽറ്ററൊന്നും കൊടുക്കലില്ല, നോർമൽ തന്നെയാണ് കൊടുക്കാറുള്ളത്. അതിനുശേഷം ടിക്ക് കൊടുക്കുക. മേലെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ടിക്ക് ക്ലിക്ക് ചെയ്താൽ തംബ്നെയിലും സെറ്റായി. ഇനി നമുക്ക് എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കണം വീഡിയോക്ക്. എന്തെങ്കിലും അട്രാക്റ്റീവായിട്ടുള്ള ക്യാപ്ഷൻ കൊടുക്കുക. അപ്പം ഞാനിത് നമ്മളെ വീട്ടിലത്തെ ഒരു കുടുംബ സംഗമത്തിൻ്റെ വീഡിയോ ആണ് ഈ അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഞാൻ തമ്മിൽ പിണങ്ങി പോലെ ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള ഒരു ക്യാപ്ഷനാണല്ലോ, സോങ്ങിൻ്റെ ഒരു ലൈനാണ്. അപ്പം ഞാൻ അതാണ് കൊടുക്കുന്നുള്ളത്. അത് ടൈപ്പ് ചെയ്യുക. ഞാൻ അധികം മലയാളത്തിലാണ് ക്യാപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ അതും കൊടുത്ത് പിന്നെ എന്തെങ്കിലും ഒരു 2-3 ഹാഷ്ടാഗ് നമുക്ക് കൊടുക്കാം. ഞാൻ ആദ്യമെല്ലാം കുറേ വലിച്ചു വാരി ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതുകൊണ്ടൊരു കാര്യമില്ല. നമുക്ക് 2-3 ഹാഷ്ടാഗ് കൊടുത്താൽ മതി. ഈ കുറേ വാരി വലിച്ച ഹാഷ്ടാഗ് ഞാൻ കൊടുത്തിരുന്നത് ഞാൻ യൂട്യൂബിൽ ഓരോരുത്തർ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിട്ടായിരുന്നു, പക്ഷേ അത് റോങ് വേ ആണ്. ഒരുപാട് ഹാഷ്ടാഗിൻ്റെ ആവശ്യം ഒരിക്കലുമില്ല. കുറച്ച് 2-3 ഹാഷ്ടാഗ് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഷോർട്സ് എന്നാണ് കൊടുക്കുന്നത്. ഷോർട്സ്, പിന്നെ വൈറൽ, ട്രെൻഡിങ്, ഈ 3 ഹാഷ്ടാഗ്സാണ് ഞാനിപ്പോൾ കൊടുക്കുന്നുള്ളത്. ആദ്യം ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണോ എൻ്റെ വീഡിയോയിലുള്ളത് അതെല്ലാം ഹാഷ്ടാഗായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ 2-3 ഹാഷ്ടാഗ് നമുക്ക് കൊടുക്കാം. പിന്നെ ഇവിടെ ലിമിറ്റ് ഉണ്ട് കേട്ടോ, 100 ക്യാരക്ടേഴ്സേ പറ്റുള്ളൂ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം പിന്നെ എൻ്റെ ചാനലിൻ്റെ പേരാണ് ഞാൻ കൊടുക്കുന്നുള്ളത്. ഐസു വ്ളോഗ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഐഷുവിൻ്റെ അനിയത്തിയാണ്, ഐസുവിൻ്റെ മോളാണ്. അപ്പോൾ 2 പേരും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ചാനലിന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത് സെറ്റായി, ക്യാപ്ഷൻ സെറ്റായി.
ഞാനിങ്ങനെ ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ലെറ്റേഴ്സ് കറക്റ്റായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ബാക്ക് അടിക്കുന്നത്. ടച്ചിനും ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അതിനുശേഷം നമുക്ക് താഴെ ഒരുപാട് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. നമുക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം ഇതിൽ ടച്ചിൻ്റെ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഞാൻ കുറേ സമയം ലാഗ് ആക്കുന്നുണ്ട് തോന്നുന്നത്. ഞാനിപ്പോൾ ശരിയാക്കാം. അങ്ങനെ നമുക്ക് ഇതിലേക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മൈലീസും കാര്യങ്ങളെല്ലാം കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് താഴെയുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. എപ്പോഴും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൺലിസ്റ്റഡ് ആയി വെക്കണം. ഞാനും ആദ്യം ഈ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പബ്ലിക്കായിട്ടാണ് വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അൺലിസ്റ്റഡ് ആക്കി വെക്കണം എപ്പോഴും. അങ്ങനെ ആകുമ്പോൾ വ്യൂസ് കൂടുന്നുണ്ട്. പിന്നെ അൺലിസ്റ്റഡ് ആക്കി അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കുറച്ച് വർക്കും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളും കൊടുക്കണം. പെയ്ഡ് പ്രൊമോഷൻ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ പിന്നത് നോ ആണ്, അത് കൊടുത്തിട്ടുണ്ട്. കമൻറ്റ്സ് എപ്പോഴും ഓണാക്കി വെക്കണം. പിന്നെ അലോ ഓഡിയോ ആൻഡ് വീഡിയോ റിമിക്സിങ്, അലോ ഓഡിയോ ഓൺലി റിമിക്സിങ്, അത് രണ്ടുമുണ്ട്. അപ്പം ഞാനെപ്പോഴും ഓഡിയോ റിമിക്സിങ് മാത്രമാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ കമൻറ്റും കാര്യങ്ങളൊക്കെ ബേസിക് അതെല്ലാം നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ നമ്മൾക്ക് കമൻറ്റ് ഇടാൻ ഉള്ള ഓപ്ഷൻ അങ്ങനെ ആക്കി വെക്കാം കേട്ടോ. എല്ലാവർക്കും കമൻറ്റ് ഇടാനുള്ള ഓപ്ഷൻ കൊടുക്കാതെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രം നമ്മളെ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടാനുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ യൂട്യൂബ് പുതുതായി കൊണ്ടുവന്നിട്ടുണ്ട്. യൂട്യൂബ് പുതുതായിട്ട് കുറേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഏർണിങ്സും കാര്യങ്ങളും കിട്ടാനെല്ലാം യൂട്യൂബ് ഈസി ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് ആൾട്ടേർഡ് കണ്ടൻറ്റ് കൊടുക്കാം. ആൾട്ടേർഡ് കണ്ടൻറ്റിൻ്റെ അത് നോ ആണ്. പിന്നെ നമുക്ക് ടാഗ്സ് കൊടുക്കാം. അതിൽ കീവേഡ്സ് ആയിട്ട് നമ്മൾ എന്തെല്ലാം സെർച്ച് ചെയ്താലാണ് നമ്മളെ വീഡിയോ അതിൽ കയറി വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ്, മിനി വ്ളോഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ കുക്കിംഗ്, ഫുഡ് എല്ലാം ഉൾപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൽ കീവേഡ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ അതെല്ലാം നമുക്ക് കീവേഡ്സ് ആയിട്ട് കൊടുക്കാം. ഈ കീവേഡ്സ് സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മളെ വീഡിയോ യൂട്യൂബിലേക്ക് വരുന്നത്. യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എന്നെപ്പോലെ ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് ഉപകാരപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അറിയുന്നവർ സ്കിപ്പ് അടിച്ച് പോയിക്കോട്ടെ, ഇത് കാണണ്ട. അറിയാത്തവർക്ക് ഉപകാരപ്പെടും എന്തായാലും ഉറപ്പാണ്. ഇപ്പോൾ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ടാഗ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അപ്ലോഡിങ്ങിന് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താഴെ കണ്ടോ അപ്ലോഡ് ഷോട്ട് എന്നുള്ളത്, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഞാൻ ആദ്യം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ മറന്ന്, അത് ഞാൻ ലാസ്റ്റ് കാട്ടെ കൊടുക്കണം. പക്ഷേ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത സമയത്ത് ആദ്യം ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് അത്യാവശ്യം ടാഗ്സ് എല്ലാം കൊടുക്കാം കേട്ടോ. ഹാഷ് ടാഗ്സ് ഞാൻ പറഞ്ഞല്ലോ, ക്യാപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വാരി വലിച്ച് എഴുതരുത്. 2-3 ഹാഷ് ടാഗ്സ് മാത്രം ചെയ്താൽ മതി. എന്നാൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഹാഷ് ടാഗ്സ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാപ്ഷനിൽ കൊടുക്കാൻ കുറച്ചത് നമുക്ക് ഇതിലങ്ങോട്ട് വാരി വലിച്ചങ്ങോട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ ഡിസ്ക്രിപ്ഷനും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അങ്ങനെ അപ്ലോഡ് ഷോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അപ്ലോഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അപ്ലോഡായി വരട്ടെ. ആ സമയത്ത് അപ്ലോഡായതിന് ശേഷമാണ് ഇനി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഇത് അപ്ലോഡ് ആവട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതെടുത്തിട്ട് ഇതിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ തംബ്നെയിലും കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷന്, ടാഗ്സ്, ആ വക എഡിറ്റിങ്സൊക്കെ നമുക്കിതിൽ ചെയ്യാം. പെൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതെല്ലാം ഇതിൽ എഡിറ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സേവ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ അൺലിസ്റ്റഡ് ആക്കിയിട്ടാണല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്കത് പബ്ലിക് ആക്കിയിട്ട് സേവ് ചെയ്താൽ മതി, വീഡിയോ അപ്ലോഡ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് യൂട്യൂബ് ഷോർട്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങളെ വ്യൂസ് കൂടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.